ദേവസ്വം പ്രസിഡന്റ് വാസുവിനെ പോലെയുള്ളവരുടെ പ്രതികരണങ്ങൾ പോലും അത്ഭുതപ്പെടുത്തുന്നതാണല്ലോ സജിത്ത. ഇത്തരത്തിൽ അതായത് ഉണ്ണികൃഷ്ണൻ പോറ്റി അദ്ദേഹത്തിന്റെ കയ്യിലുള്ള സ്വർണമാണ് ഉപയോഗിച്ചത്, അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ നിയമപരമായി ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന തരത്തിലൊക്കെ വളരെ പ്രധാനപ്പെട്ട ചുമതല വഹിച്ചിരുന്ന ആളുകൾ പറയുന്ന സാഹചര്യം കൂടിയാണ് ഉണ്ടാകുന്നത്. അപ്പോൾ ആരെന്ത് ചെയ്താലും അതിൽ ശിക്ഷിക്കപ്പെടാൻ പോകുന്നില്ല, അല്ലെങ്കിൽ കുറ്റക്കാർ എന്ന നിലയിലേക്ക് ആരെയും കണ്ടെത്താൻ സാധിക്കില്ല എന്നൊക്കെയുള്ള ചില ധ്വനികൾ അത്തരം സംഭാഷണങ്ങളിൽ നിന്ന് തന്നെ പുറത്തു വരികയാണ്. അപ്പോൾ സാരംഗ്, ഇതെല്ലാം ഒരു തരം കണ്ണിൽ പൊടിയിടൽ ആയി മാറുന്നുണ്ടോ എന്ന സംശയം ബലപ്പെടുന്നില്ലേ? കാരണം ഈ സൂചിപ്പിച്ച പോലെ ചെമ്പുപാളി എന്ന് അദ്ദേഹം കുറിച്ചു എന്നിടത്താണ് പിഴവ് എന്ന് പറയുന്നുണ്ടെങ്കിൽ അന്നത് ചെമ്പുപാളിയാണോ എന്നത് ഉറപ്പില്ലല്ലോ. ചെമ്പുപാളിയാണോ എങ്കിൽ പിന്നീട് എങ്ങനെയാണ് അത് ചെമ്പുപാളിയായി മാറിയത് എന്ന് അദ്ദേഹത്തിന് വിശദീകരിക്കേണ്ടതായി വരാം. അദ്ദേഹം അത് ചെമ്പുപാളിയാണ് അന്നുണ്ടായിരുന്നത് എന്ന് പറഞ്ഞാൽ പിന്നെ ഏത് കാലഘട്ടത്തിലാണിത് ചെമ്പുപാളിയായി മാറിയത് എന്ന ചോദ്യമുണ്ടാകാം. അതല്ല എങ്കിൽ സാങ്കേതികമായ പിഴവ് എന്ന് പറഞ്ഞു നിൽക്കാം. ഇപ്പോഴും ഈ നടപടി എടുത്തു എന്നതുകൊണ്ട് ഈ കാര്യത്തിലൊന്നും വ്യക്തത കൈവന്നിട്ടില്ല എന്നല്ലേ മനസ്സിലാക്കേണ്ടത് സാറേ? തീർച്ചയായും ഈ ഒരു നടപടിയിൽ മാത്രം ഒതുങ്ങുന്ന ഒരു സംഭവമായി മാത്രം ഇതിനെ ഒതുക്കി കാണാൻ കഴിയില്ല. കാരണം ഇതൊരു ചെമ്പുപാളിയാണെന്ന് എഴുതി ചേർത്തത് അദ്ദേഹം ആ ഒരു തെറ്റ് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഇപ്പോൾ സസ്പെൻഷൻ നേരിടുന്നതെങ്കിലും അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹം പറയുന്നത് അത്തരത്തിലൊരു സാങ്കേതിക പിഴവാണെങ്കിൽ ഇത്തരത്തിൽ ഈ ഒരു ശബരിമല പോലെയുള്ള വിശ്വാസികൾ, അതായത് വളരെ തന്ത്രപ്രധാനമായ ഒരു ക്ഷേത്രത്തിലെ ഈ ഒരു ഇത്തരം പ്രധാനപ്പെട്ട കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതിലുള്ള ഒരു ഇത്രയും നിരുത്തരവാദിത്വപരമായ ഒരു കാര്യം എന്ന് വേണമെങ്കിൽ തന്നെ ചൂണ്ടിക്കാണിക്കാം. കാരണം മാത്രമല്ല, ഇപ്പൊ ചെമ്പാണെങ്കിൽ തന്നെ അതിന് മുൻപ് ഇത്തരത്തിലൊരു തട്ടിപ്പ് നടന്നിട്ടുണ്ടാകാം, അല്ലെങ്കിൽ ഇതിന് മുൻപ് തന്നെ ഇത്തരത്തിൽ വേറെ പല തിരിമറികളും ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുണ്ടോ? അത്തരത്തിൽ ഈ ഒരു പ്രതിപക്ഷവും മറ്റ് BJP നേതൃത്വം അടക്കം ഉന്നയിക്കുന്ന പല കാര്യങ്ങളിലും ഈ അത്തരത്തിലുള്ള കാര്യങ്ങളിലേക്കാണ് ഈ ഒരു വിരൽ ചൂണ്ടുന്നത്. കാരണം ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിലുള്ള പല കാര്യങ്ങളും നടക്കും. ഓരോ വർഷവും പല ഇത്തരത്തിലുള്ള ഈ ഒരു ചെമ്പുപാളികൾ പോലെ തന്നെ പല സംഭവങ്ങൾ നടക്കുന്നുണ്ട്. അത്തരത്തിലുള്ള എല്ലാ കാര്യങ്ങളിലും എത്രത്തോളം ശ്രദ്ധക്കുറവ് ഈ ബോർഡിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ടെന്നൊക്കെ വിശകലനം ചെയ്യേണ്ട ഒരു സാഹചര്യം വന്നത്തേക്കും. കാരണം ഇതൊരു ആ സമയത്തുള്ള ആൾ ഇത്രയും ചെമ്പാണെന്ന് പറയുമ്പോൾ പോലും അതിനു മുൻപ്, അതായത് വിജയമല്യ നൽകിയ സ്വർണ്ണത്തിലടക്കമുള്ള കാര്യങ്ങളിൽ ഒരു വ്യക്തത കുറവുണ്ടെന്ന് അടക്കം ദേവസ്വം പ്രസിഡന്റ് പ്രതികരിക്കുന്ന സമയത്ത് ഇത് മൊത്തത്തിൽ, അതായത് തുടക്കം തൊട്ടുള്ള കാര്യങ്ങളിൽ ഒരു വ്യക്തത കുറവ് നിലനിൽക്കുന്നുണ്ട്. ഇതൊരു ഈ വിശ്വാസി, അതായത് പ്രതിപക്ഷം ഉന്നയിക്കുന്ന പല ആരോപണങ്ങളിലും മാത്രമല്ല ഈ ഒരു ഭക്തജനങ്ങൾക്കിടയിൽ ഉയർന്നു വന്ന പല ആശങ്കകൾക്കിടയിലും ഈ ഒരു ദേവസ്വം ബോർഡിന്റെ ഒരു തുടക്കത്തിലെ ഒരു നടപടി മാത്രമായിട്ട് കണക്കാൻ കഴിയുള്ളൂ. പക്ഷേ ഈ ഒരു തട്ടിപ്പിന്റെ ഒരു വ്യാപ്തി വെച്ച് നോക്കുമ്പോൾ, ഈ ഒരു വലിയൊരു വിവാദത്തിന്റെ വ്യാപ്തി വെച്ച് നോക്കുമ്പോൾ ഈ നടപടി നാമമാത്രമായ ഒരു നടപടി മാത്രമായിട്ടേ കണക്കാക്കാൻ കഴിയുള്ളൂ. കാരണം അത് ചെമ്പാണെന്ന് ചൂണ്ടിക്കാണിച്ച, അതായത് രേഖപ്പെടുത്തിയ ഒരു ഉദ്യോഗസ്ഥനെതിരെ മാത്രം നടപടിയെടുക്കുന്നു. മാത്രമല്ല മറ്റൊരു അന്വേഷണം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. ഇതിന്റെ ഉറവിടം എവിടെ നിന്നാണ്, അതായത് എങ്ങനെയാണ് ഇതിന്റെ തട്ടിപ്പിന്റെ ആരംഭം, ആരൊക്കെ അതിൽ പങ്കാളികളായിട്ടുണ്ട്? കാരണം ഈ ഒരു ക്ഷേത്രവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മറ്റു ക്ഷേത്രങ്ങൾ പോലെ വളരെ ഹൈക്കോടതിയിലടക്കം ഇടപെടലുള്ള, നേരിട്ട് ഹൈക്കോടതിയിലടക്കം നിരീക്ഷണമുള്ള ഒരു ക്ഷേത്രമാണ്. മാത്രമല്ല അവിടുത്തെ അത്രയും വലിയൊരു വരുമാനമുള്ള ക്ഷേത്രം പ്രശാന്ത് തന്നെ, PS പ്രശാന്ത് തന്നെ മുൻപ് പ്രതികരിച്ചിരുന്നു. ആ ഒരു ക്ഷേത്രം എന്തായാലും ഞാൻ തിരികെ എത്താം. ഇപ്പോൾ ആരോപണ വിധേയനായിട്ടുള്ള സസ്പെൻഷൻ നേരിടുന്ന മുരാരി ബാബു മാധ്യമങ്ങളോട് സംസാരിക്കുകയാണ് ശബ്ദ സംരക്ഷണത്തിൽ. ശബരിമലയിൽ വരുന്ന കോടിക്കണക്കിനായ ഭക്തരിൽ ഒരാൾ, അവിടെ ധാരാളം ഭക്തന്മാർ ധാരാളം സമർപ്പണങ്ങൾ അവിടെ നടത്തുന്ന സ്ഥലമാണ്. അപ്പൊ അങ്ങനെയുള്ള സ്ഥലത്ത് ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി ഒരു സമർപ്പണത്തിനായി വരുന്നു. ആ സമർപ്പണത്തിന് എന്തൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത് അത് ചെയ്തു, റിപ്പോർട്ട് ചെയ്തു. ആ റിപ്പോർട്ട് ചെയ്തപ്പോൾ ഇപ്പോൾ ആ ഒരു റിപ്പോർട്ടിന്റെ പേരിലാണ് എന്നെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. അല്ലാതെ സ്വർണ്ണപ്പാളി എടുത്തതിന്റെ പേരിലല്ല കേട്ടോ എന്നെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. ഞാനെന്നാ പ്രിലിമിനറി ആയിട്ട് റിപ്പോർട്ട് കൊടുത്തു, ഈ അപേക്ഷ വെച്ചിട്ട് തന്ത്രിയുടെ കത്ത് സഹിത റിപ്പോർട്ട് കൊടുത്തു. ഇപ്പം വീണ്ടും സ്വർണം പൂശേണ്ടി വരുമ്പോൾ ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിയെ തന്നെ സമീപിക്കുന്നു. എന്നാൽ മുൻപ് ഇത് തന്നെ വിജയമല്യയല്ല സമീപിച്ചത്. അല്ല, അങ്ങനെയല്ല. വിജയമല്യ തന്നെ സ്ഥാനം 2019 ഉണ്ണികൃഷ്ണൻ പോയി കഴിയുമ്പോൾ അത് വേറൊരു സംവിധാനം ആയല്ലോ. അതുകൊണ്ടാണ് അവരുടെ ആ ഗ്യാരണ്ടി 40 വർഷത്തിൽ നിലനിൽക്കുകയാണ്. അതുകൊണ്ടാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി വീണ്ടും ഇത് ചെയ്ത ആളെന്ന നിലയിൽ വിജയമല്യയോടെ ചോദിച്ചിരുന്നു താങ്കൾ ഇത് ചെയ്യാൻ. അല്ല, അതിന്റെ ഒന്നും ഭാഗം അവിടെ ഉണ്ടാകുന്നില്ലല്ലോ. നമ്മളിപ്പോ ഒരു ക്ഷേത്രത്തിൽ ഒരു കാര്യം സമർപ്പണം ഒരാൾ നടത്തി, പിന്നീട് അദ്ദേഹത്തിനെ തന്നെ തുടർച്ചയൊന്നുമല്ല, ആര് വന്നാലും ആ ക്ഷേത്രത്തിൽ സമർപ്പണം നടത്താൻ വരുന്ന ആര് വന്നാലും അവരുടെ അപേക്ഷകൾ ഫോർമലായിട്ട് അയക്കും. ആ അപേക്ഷയിന്മേൽ എന്തെങ്കിലും മറ്റു തരമായ കാര്യങ്ങളുണ്ടോ എന്ന് അന്വേഷിക്കും. അന്വേഷിച്ചിട്ട് അത് റിപ്പോർട്ട് ചെയ്യും. ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ അനുവാദം കിട്ടും. ഓക്കെ. സജിത്ത്, എന്തായാലും മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് മറുപടി നൽകുമ്പോൾ പോലും പ്രഥമ ദൃഷ്ട്യാ പോലും എനിക്കുണ്ടാകുന്ന സംശയങ്ങളുണ്ട്. അതായത് വിജയ് മല്യ സ്വർണം പൂശുന്നു, അതല്ല എങ്കിൽ സ്വർണ്ണപ്പാളി നൽകുന്നു. സ്വാഭാവികമായിട്ടും വിജയ് മല്യ എന്ത് പ്രവൃത്തിയാണ് അവിടെ ചെയ്തു വെച്ചത് എന്ന് ദേവസ്വം ബോർഡിന്റെ അല്ലെങ്കിൽ ആ ക്ഷേത്ര ഭരണസമിതിക്ക് മുന്നിൽ റെക്കോർഡായി ഉണ്ട്. എത്ര പവൻ സ്വർണം ഉപയോഗിച്ചുകൊണ്ടാണ് ഈ പാളി നിർമ്മിച്ചത് എന്ന്.
അത് മറ്റൊരു കരാറായി അത് സ്വർണം പൂശുകയോ അല്ലെങ്കിൽ അത് പുതുക്കുകയോ അതിൻ്റെ ശുദ്ധീകരിക്കുകയോ എന്തുമാകട്ടെ, നിലവിൽ ഉള്ള ഒരു പ്രോപ്പർട്ടി, അതിൻ്റെ തൂക്കം, അതിന് കുറവ് വരാൻ പാടില്ല എന്നതൊക്കെ ഏത് എഗ്രിമെന്റിലും ഉണ്ടാകുന്ന ഒന്നാണല്ലോ. നമ്മൾ സാധാരണ ഒരു ഭൂമി കച്ചവടം നടത്തുമ്പോൾ അല്ലെങ്കിൽ നമ്മളൊരു പ്രൊഡക്റ്റ് വിൽക്കുന്നു, അത് ഏതെങ്കിലും തരത്തിൽ ക്രയവിക്രയത്തിന് നൽകുമ്പോൾ പോലും അതിൻ്റെ മൂല്യം കുറയാൻ പറ്റില്ല, ആ മൂല്യത്തിൽ ഒരിടിവും സംഭവിക്കാൻ പാടില്ല, ആ മൂല്യം ഉയർത്താൻ മാത്രമേ പറ്റൂ എന്നതൊക്കെ എഗ്രിമെന്റിന്റെ ഭാഗമാവും. പക്ഷേ ഇവിടെ ഇതാ മുരാരി പറയുന്നത് അങ്ങനെയൊന്നുമുള്ള ഉത്തരവാദിത്തമില്ലല്ലോ, ഇവർ 40 വർഷത്തെ ഗ്യാരണ്ടി നൽകി എന്നുള്ളതാണ്. ഗ്യാരണ്ടി മാത്രമാണോ സജിത്ത ഇതിൽ ബാധകമാവുക? ഈ മറുപടികളിൽ പോലും അവ്യക്തതയില്ലേ? അഭിലാഷ്, ഇതിൽ ആദ്യം വ്യക്തമാവേണ്ട കാര്യം, ഈ വിജിലൻസിന്റെ അന്വേഷണത്തിൽ തന്നെ ഈ ദ്വാരപാലക ശില്പങ്ങളിൽ 1.5 കിലോയോളം സ്വർണം ഉണ്ടായിരുന്നു എന്നതാണ് വ്യക്തമാക്കപ്പെട്ടിരുന്ന കാര്യം. പിന്നീടാണ് ഈ 2019 വിവാദ ഉത്തരവ് വരുന്നത്. ആ ഉത്തരവിൽ അത് ചെമ്പുപാളിയാണെന്ന് പറയുന്നു. ആദ്യം ഉത്തരം കണ്ടെത്തേണ്ടത് 1.5 കിലോയോളം ഉണ്ടായിരുന്ന ആ സ്വർണം പൂശിയിരുന്ന അല്ലെങ്കിൽ സ്വർണം പൊതിഞ്ഞിരുന്ന ആ ഇടത്തെ 1.5 കിലോ സ്വർണം ഇവിടെ പോയി. അതിന് ഉത്തരവാദിത്തം ആദ്യം പറയേണ്ടി വരും. രണ്ടാമത് പോകുമ്പോഴാണ് സ്വാഭാവികമായും പുറത്തുപോയ ചെമ്പ് സ്വർണം പൂശി തിരിച്ചു വന്നപ്പോൾ, അല്ലെ പുറത്തുപോയ വസ്തു സ്വർണം പൂശി തിരിച്ചു വന്നപ്പോൾ അതിൻ്റെ തൂക്കത്തിലുണ്ടായ വ്യത്യാസം. അപ്പോൾ ഇപ്പോൾ മുരാരി ബാബു അടക്കം വാദിക്കാൻ ശ്രമിക്കുന്ന ഒരു കാര്യം, തങ്ങൾ കൊടുത്തുവിട്ടത് ചെമ്പ് പാളി തന്നെയാണ് എന്ന വാദമാണ് പറയാൻ ശ്രമിക്കുന്നത്. അവിടെ അവശേഷിക്കുന്ന ചോദ്യം, 1999 2019 ഇടയിലുള്ള ഈ കാലഘട്ടത്തിൽ അവിടെ എന്ത് സംഭവിച്ചു എന്ന ചോദ്യമാണ്. ആ കാലഘട്ടത്തിൽ ദുരൂഹമായി എന്തോ നടന്നു എന്ന സൂചന വയ്ക്കുന്നതാണ് മുരാരി ബാബുവിൻ്റെ വാക്കുകൾ. പക്ഷേ ഇപ്പോൾ നിൽക്കുന്ന ആക്ഷേപമായി ഇത് 2019 ഇത് കൊടുത്തുവിടുമ്പോൾ തന്നെ സ്വർണ്ണപ്പാളി ചെമ്പുപാളിയാണെന്ന് തെറ്റിദ്ധാരണ ഉണ്ടാക്കി കൊടുത്തുവിട്ടു എന്ന ആക്ഷേപമാണ് നിലനിൽക്കുന്നത്. പക്ഷേ മുരാരി ബാബു അതല്ല, താൻ കൊടുത്തുവിട്ടത് ചെമ്പുപാളി തന്നെ എന്ന് വാദിക്കാൻ ശ്രമിക്കുന്നു. രണ്ട് കാര്യങ്ങളിൽ വ്യക്തത ഉണ്ടാവണം. ഒന്ന്, ഇത് കൊടുത്തുവിട്ടത് സ്വർണ്ണപ്പാളി ചെമ്പുപാളി എന്ന് ഒരു വലിയ ഗൂഢാലോചനയുടെ ഭാഗമായി ഇവരൊക്കെ ഉൾപ്പെടുന്ന ഒരു വലിയ സംഘം നടത്തിയ തട്ടിപ്പായിരുന്നു ഇത്. അതല്ല, 99 ശേഷം 2019 ഇടയിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള ക്രമക്കേട് അവിടെ നടന്നിട്ടുണ്ടോ? ഇങ്ങനെ ദുരൂഹത ഉയർത്തുന്ന ഒരു വലിയ ചോദ്യത്തിലേക്കാണ് പോരുന്നത്. വളരെ ദൈവികമായ, വളരെ വിശ്വാസികളെ സംബന്ധിച്ച് വളരെ പ്രാധാന്യമുള്ള ആ വസ്തു, അതിന് വന്ന മാറ്റത്തിനുമപ്പുറം അവിടുത്തെ ആ സ്വർണത്തിൻ്റെ വാല്യൂ നഷ്ടമായിട്ടുണ്ട് എന്ന മറ്റൊരു യാഥാർത്ഥ്യം കൂടിയുണ്ട്. ഈ രണ്ട് കാര്യങ്ങൾ കൂടി ഉത്തരം കണ്ടെത്തേണ്ടതുണ്ട്. അതുകൊണ്ട് ഇത് കൂടുതൽ ദുരൂഹമാവുകയാണ്, കൂടുതൽ സങ്കീർണമാവുകയാണ് എന്നുകൂടിയാണ് സാഹചര്യം. ഒരു കാര്യം വ്യക്തമാണ്, ഇവിടെ തട്ടിപ്പ് നടന്നു, ക്രമക്കേട് നടന്നു എന്ന കാര്യം ദേവസ്വം ബോർഡ് ഇപ്പോൾ അംഗീകരിച്ചു. അതാണ് ഈ ഉത്തരവിലൂടെ നടക്കുന്ന ഒരു സംഭവം. പക്ഷേ അതിനെ ഒരു ചെറിയ വീഴ്ചയായി വരുത്താനാണ് ദേവസ്വം ബോർഡും ഇപ്പോൾ ഈ മുരാരി ബാബു അടക്കമുള്ള ഉദ്യോഗസ്ഥരും നടത്തുന്ന ശ്രമം. പക്ഷേ അതല്ല സംഭവിച്ചിരിക്കുന്നത്. വലിയ ക്രമക്കേട് അവിടെ ഉണ്ടായിട്ടുണ്ട്. അതിന് തന്നെയാണ് ഉത്തരം വരുത്തേണ്ടി വരുന്നത്. വിജയ് മല്യ സ്വർണം പൊതിഞ്ഞ ആ പാളികൾ എങ്ങനെ ചെമ്പുപാളിയായി? അത് ഒരു പിഴവായിരുന്നു, അതല്ലെങ്കിൽ തട്ടിപ്പ് നടത്തിയത് എങ്ങനെയാണ്? ഈ കാര്യങ്ങളിലാണ് വ്യക്തത വരേണ്ടത്. അതിന് വിശദമായ അന്വേഷണത്തിലേക്ക് പോവേണ്ടി വരും. മാത്രമല്ല, 1999 മുതൽ 2019 തൊട്ട് മുമ്പുള്ള ഈ കാലഘട്ടങ്ങളിലുമൊക്കെ വലിയ തരത്തിലുള്ള നിയന്ത്രണങ്ങൾ നിലനിന്ന കാര്യമാണ്. ശബരിമലയിൽ വലിയ പ്രളയത്തിൻ്റെ പ്രശ്നം, കോവിഡ് പോലെയുള്ള വെല്ലുവിളികൾ, ഈ ഒരു കാലഘട്ടത്തിലാണ് ഒരുപക്ഷെ ഇത് മിസ്യൂസ് ചെയ്യപ്പെട്ടെങ്കിൽ, അല്ലെങ്കിൽ ഇത് ഈ മോഷണം, അവിടെ ഹൈക്കോടതി കൃത്യമായി പരാമർശിക്കുന്ന മോഷണം നടന്നിട്ടുള്ളതെങ്കിൽ അത് സംബന്ധിച്ചും അന്വേഷണം നടക്കേണ്ടതുണ്ട്. ഒരു കാര്യം വ്യക്തമാണ്, അങ്ങേയറ്റം തന്ത്രപ്രധാനമായ ഈ ഇടത്ത് വലിയ തരത്തിലുള്ള ക്രമക്കേട് നടന്നു.